കുറച്ച് കുൽസിതം കേട്ടാലോ? കേൾക്കാമല്ലേ? കുൽസിതത്തിന് മറുപടി പറയാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് അഖിലാണന്റെ കുറച്ച് കുൽസിതങ്ങൾ കേൾക്കാം. അഖിൽ നിനക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല, നിന്നെ നേരിട്ട് ബാധിക്കത്തക്ക ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. അയാൾ പറഞ്ഞത് ഒരു കോർപ്പറേറ്റ് ചാനലിൽ ഒരു ഷോയ്ക്ക് പിന്നിൽ നടക്കുന്ന ചില പ്രശ്നങ്ങളെ കുറിച്ചാണെന്നും ആ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ചതാണെന്നും അതുകൊണ്ട് നീ ഇതിനകത്ത് നിനക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ ആ ചാനലിന്റെ പിന്നിലുണ്ട്, അത് സത്യമാണ്. പിന്നെ നീ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ട്. നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നാളെ മത്സരാർത്ഥിയെ കയറ്റിവിടാം, നാളെ ബിഗ് ബോസിന്റെ അൾട്ടിമേറ്റ് നിനക്ക് പോകാം. അതുകൊണ്ട് ഈ വിഷയത്തിൽ നീ അവരെ സപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് പൊതുമധ്യത്തിൽ ജനങ്ങൾക്കിടയിൽ നിനക്ക് നെഗറ്റീവ് വരും എന്ന് തിരിച്ചറിയാതെ നീ ആവശ്യമില്ലാതെ അയാൾക്കെതിരെ പ്രതികരിക്കരുത് എന്ന് പറഞ്ഞു കൊടുക്കാൻ ബോധമുള്ള ഒരാൾ പോലും ഉണ്ടാവാത്തതിന്റെ കുഴപ്പമാണ് ശോഭയ്ക്ക് പറ്റിയത്. പിന്നെ ശോഭയുടെ ഉള്ളിൽ തികട്ടി കിടക്കുന്ന ഒരു പക, വിദ്വേഷം, ജലസ്, ഇതൊക്കെ തന്നെ എല്ലാ അർത്ഥത്തിലും, അതായത് മത്സരം കഴിഞ്ഞു താൻ 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്നൊരു യാഥാർത്ഥ്യം ഇതുവരെയും മനസ്സിലാക്കാതെ ഇപ്പോഴും പോയി പല ആൾക്കാരെടുത്തും സംസാരിക്കുന്നതും ചാനലിൽ തന്നെ പല ആൾക്കാരെടുത്തും സംസാരിക്കുന്നതും എന്തോ കപ്പ് ഞാൻ തട്ടിയെടുത്തു എന്നുള്ള രീതിയിലൊക്കെയാണ്. പക്ഷേ ഇതാണ് മനസ്സിലായ കാര്യം. ഞാൻ ഒരു ലൈഫ് ആ ലൈഫ് ഞാൻ ചില കാര്യങ്ങൾ പറയുന്നു, അത് ജനറലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഞാൻ രണ്ടാമത് ലൈഫ് ആ ലൈഫ് വളരെ കൃത്യമായി ഞാൻ കാര്യങ്ങൾ പറയുന്നു. ആ കാര്യങ്ങൾ കേട്ടാൽ ഏത് സാമാന്യ ബോധമുള്ള ആൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് പറഞ്ഞു എന്നുള്ളത്. പക്ഷേ എനിക്കെതിരെ തിരിച്ച് സംസാരിക്കുന്ന ഉദ്ദേശത്തോടു കൂടി തിരിഞ്ഞ ആദ്യ ദിവസം തന്നെ ഞാൻ ശോഭയോട് പറഞ്ഞു. അതായത് കുറച്ച് കമൻസുകൾ വന്നതുകൊണ്ട്, അതായത് ശോഭാവിശ്വനാഥ് എന്ന് പറയുന്ന വ്യക്തിക്ക് നെഗറ്റീവ് കമൻസുകൾ വന്നിട്ടാണ് ഇതുവരെ വന്നിട്ടുള്ളത്. എല്ലാം പോസിറ്റീവായിരുന്നു. ബിഗ് ബോസ് കയറിയപ്പോൾ മുതൽ ഇതുവരെ ജീവിതത്തിൽ പോസിറ്റീവ് കമൻസ് മാത്രം തന്നെ ജീവിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ആദ്യമായി ഒരു നെഗറ്റീവ് കമൻസ് അതുകൊണ്ട് വളരെ ഗുരുതരമായിട്ടുള്ള നാളെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട പല പ്രവർത്തനങ്ങൾ ഞാൻ പറയുന്നു. ഇവരാരും ശിക്ഷിക്കപ്പെടാനും പോകുന്നില്ല. ഇവരുടെ ചാടി അനാവശ്യമായിട്ട് കിടന്ന ബഹളവും ഒരാളും കാണിക്കാത്ത ബഹളവും ബഹളം 1 മുതൽ 4 സീസണുകളിൽ ധാരാളം സ്ത്രീകൾ പോയിട്ടുണ്ട്. ഇവർക്കൊന്നും തോന്നാത്ത ഒരു പ്രശ്നം ഒരാൾക്ക് മാത്രം തോന്നുകയും ബിഗ് ബോസിനെ തന്നെ മറ്റുള്ള മത്സരാർത്ഥികൾ പലരും ഈ വിഷയത്തിൽ നിശബ്ദരായി കണ്ടതിനു ശേഷം പല സ്ഥലത്തും പിന്നാമ്പുറങ്ങളിൽ കിടന്ന് എനിക്കെതിരെ എന്തൊക്കെ ചെയ്യാമോ അതിന് വേണ്ടിയിട്ടൊക്കെ നടക്കുകയാണ്. എന്നോട് ഇന്നലെ ഞാൻ ശോഭയുടെ സുഹൃത്തിനെ ഞാൻ ചോദിച്ചത് അദ്ദേഹം എന്നോട് പറഞ്ഞതാണ് ഇത് ഇങ്ങനെ വേണ്ടിയിട്ട് ഈ കരഞ്ഞു പിടിച്ച് സംസാരിക്കുമ്പോഴത്തേക്ക് എന്നാൽ ഇതിനകത്തൊരു പ്രശ്നം മിക്ക ആൾക്കാർ നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല. പിന്നെ പല പറ്റി ഉണ്ടായിട്ടുള്ള മാധ്യമ പ്രവർത്തകരായിട്ട് നടക്കുന്ന ചില മൊബൈലും പോക്കി പിടിക്കുന്ന ചില ഞാൻ എന്താ പറയുന്നത് ചാനയാണ് പറയുന്നത് ബോധമില്ലാത്ത ഒരു മയവും അവൻ പോയിട്ട് ചോദിക്കുകയാണ്. അതിമാണ് പറഞ്ഞത് ബിഗ് ബോസിൽ മത്സരത്തിൽ കടന്നു കൊടുത്താൽ ഇവരൊക്കെ മോൻ കണ്ടാൽ ചിക്കറി ചോദിക്കില്ല, അവരുടെ കണ്ണിൽ കണ്ടാൽ ചിക്കറി ചോദിക്കാൻ അല്ലെങ്കിൽ ശരണ്യ ആയിക്കോട്ടെ മറ്റൊരു സ്ത്രീ ആയിക്കോട്ടെ ഇവരടുത്ത് പോയി ചോദിക്കുന്ന ഇതാണ്. കാരണം ഇതിപ്പം കേട്ടോ ഞാൻ ഇങ്ങനെ പറയുന്നത് പച്ച തെമ്മാടിത്തരങ്ങള് ഓൺലൈൻ മാധ്യമ പ്രവർത്തന കോപ്പ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ നടന്ന ഒരാൾക്ക് പോയി ചോദിക്കുകയാണ്. അപ്പൊ ഇത് ചോദിക്കുമ്പോഴത്തേക്ക് ഈ കാര്യം എന്താണെന്ന് കേൾക്കാതെ ഈ പെൺകുട്ടികൾ പെട്ടെന്ന് അതിനകത്ത് റിയാക്ട് ചെയ്യുകയാണ്. അപ്പൊ ഇവരിങ്ങനെ റിയാക്ട് ചെയ്ത് ഇവർ സംസാരിക്കുന്നു. ഉടനെ ഇവരുടെ മറുപടി എടുത്ത് വെച്ച് അഖിൽമാരാർക്കെതിരെ ഇന്നാൾ, അഖിൽമാരാർക്കെതിരെ മറ്റൊരാൾ. നിന്റെ സ്വഭാവം ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ സ്വന്തം അമ്മയുടെയും ഭാര്യയുടെ പെട്ടെന്ന് അത് ഞാൻ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന സ്വഭാവങ്ങളാണ് ഈ മാധ്യമ പ്രവർത്തകരാന്ന് പറയുന്നത്. നീയൊക്കെ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ കോപ്പ അതിന്റെയൊക്കെ മാധ്യമ പ്രവർത്തകർ മൊബൈൽ എടുത്ത് വെച്ചിട്ട് തൊരിച്ച് ഇതിനകത്ത് ഒരു വിഷയം ഒരാൾ ഉന്നയിക്കുമ്പോൾ ഉന്നയിച്ച വിഷയം എന്താണ് കേൾക്കാൻ മാന്യത ഉണ്ടാകും. അത് കേട്ടതിന് ശേഷം അയാൾ പറഞ്ഞ സ്ഥിതിയുടെ വിലയിരുത്തണം. അയാൾ പറഞ്ഞ ഇന്ന വിഷയം ശരിയാണ്, ഇന്ന വിഷയം തെറ്റാണ്. അയാൾ ശക്തമായി സംസാരിക്കും. ഞാൻ പറഞ്ഞ തെമ്മാടിത്തരമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഏറ്റവും മോശക്കാരനായി ചിത്രീകരിച്ചോളൂ, യാതൊരു പ്രശ്നം എനിക്കില്ല. പക്ഷെ പറയാത്ത കാര്യം അതൊന്നല്ല. അതുപോലെ സ്മാർട്ട് പിക്സ് മീഡിയ എന്ന് പറയുന്ന ഒരു ചാനലില് ഒരു ആങ്കർ പെണ്ണിനെ കൊണ്ട് ഇങ്ങനെ കടന്ന് ചോദിക്കുന്നത് കേട്ടു. സത്യത്തിൽ ഈ തെമ്മാടികൾക്കെതിരെ ഞാനാണ് മഹാരാഷ്ട്രത്തിൽ കൊടുക്കേണ്ടത്. കാരണം നമ്മൾ പറയാത്ത ഒരു കാര്യം അനാവശ്യമായിട്ട് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പ്രചരിപ്പിച്ചിട്ട് നടക്കുകയാണ്. 1, 2, 3 ലൈവുകൾ നമ്മൾ ഈ വിഷയത്തിൽ ഇട്ടു. ഇതിലെല്ലാം വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് ഒരു സമൂഹത്തിൽ ഏതെങ്കിലും മേഖലയിൽ, അത് ഏത് മേഖല ആയിക്കോട്ടെ, സിനിമ ആയിക്കോട്ടെ, സീരിയൽ ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, ഏത് വ്യവസായം, ഏത് സമസ്ത മേഖലകളിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രശ്നം ഉന്നയിച്ച് ആ മേഖല ബാക്കി വരണം. കേരളത്തിൽ നമ്മളിങ്ങനെ പൊതുവെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, കേരളത്തിലെ സ്ത്രീകൾ സുരക്ഷിതരല്ല, ഉത്തർപ്രദേശിലെ സ്ത്രീകൾ സുരക്ഷിതരല്ല, ഡൽഹിയിലെ ഒരു പെൺകുട്ടിയുടെ ഡൽഹിയിലെ സ്ത്രീകൾ സുരക്ഷിതരല്ല. അതിന്റെ അർത്ഥം നിന്റെ അമ്മയോ പെങ്ങളോ ഡൽഹിയിലുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ക്യാമറ കൊണ്ട് ചോദിക്കൂ, ചേച്ചി സുരക്ഷിതയാണോ? പൊട്ടാണോ അതോ വട്ടാണോടാ? അങ്ങനെ ചോദിക്കത്തില്ലേ? ഇപ്പോൾ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം നടക്കുന്നത്, അവിടെയുള്ള പെൺകുട്ടികൾക്ക് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ അവിടെയുള്ള എല്ലാ പെൺകുട്ടികളടുത്ത് മാതാപിതാക്കൾ ചോദിക്കും, സ്വാഭാവികമല്ലേ? ഇവൻ കഴുതയ്ക്ക് തലയ്ക്ക് സുഖമില്ലാണ്ടായാന്തോ. എന്നാലും ഇവൻ ചോദിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ തെളിവ് ഞാൻ അങ്ങോട്ട് തരാം. ഇവൻ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത്, ശോഭയ്ക്കെതിരെ ഇവൻ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് തെളിവ്. പിന്നെ രണ്ടാമത്തെ കാര്യം, സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനും സ്വന്തം നേട്ടങ്ങൾ സംരക്ഷിക്കാനും വേണ്ടിയിട്ട് ശാരീരികമായോ സാമ്പത്തികമായിട്ടോ ഉള്ള കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് ആരെങ്കിലും ഒരു കാര്യം നേടിയെടുക്കുന്നുണ്ടെങ്കിൽ അവർ ആരെങ്കിലും വന്ന് പുറത്തു പറയുമോ? അവരുടെ അത്തരം പ്രവൃത്തികൾ കൊണ്ട് അർഹതയുള്ളവർക്ക് നീതി നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതല്ലേ ഞാൻ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട പ്രശ്നം. ചില ഇത്തരം ആക്ടിവിറ്റികളിലൂടെ തങ്ങളുടെ കാര്യം സാധിക്കാൻ സിനിമാ മേഖലയിലായിക്കോട്ടെ, വ്യവസായ മേഖലയിലായിക്കോട്ടെ, എന്റർടൈൻമെന്റ് മേഖലയിലായിക്കോട്ടെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിലേക്ക് എടുക്കാൻ നിൽക്കുന്ന ആൾക്കാർ, അതായത്
ആവശ്യമില്ല. കാരണം ലൈവ് കാണുന്ന പ്രേക്ഷകരെ കഴിഞ്ഞ എത്രയോ ഇരട്ടി ആൾക്കാരാണ് ഈ പറഞ്ഞ എപ്പിസോഡ് കാണുന്നത്. അപ്പോൾ എപ്പിസോഡിൽ ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണോ സ്വന്തമായിട്ട് പ്രേക്ഷകർ അറിയണ്ട എന്ന് വിചാരിച്ചിട്ട് ആ വിഷയം സംസാരിക്കേണ്ട എന്ന് പറഞ്ഞ് മാറ്റിയതും ഞാൻ ഈ ആരോപണം ഉന്നയിച്ചവരാണ്. പിന്നീട് നമ്മുടെ ഫാമിലി ടാസ്ക് പ്ലാൻ ഈ ആരോപണം ഉന്നയിച്ച ആളാണ് ശോഭയ്ക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തതെന്ന് പുള്ളി പറഞ്ഞ വോയിസ് ആണ് ഇത്. വോയിസ് അല്ല, ഇയാൾ ചെയ്ത ലൈവാണ്. ആ ലൈവിൽ കൂടെ ഈ ആരോപണങ്ങൾ, അതായത് അതിനകത്ത് വരുന്ന കുട്ടികളെ ബെഡ്റൂമിലേക്ക് ക്ഷണിക്കുന്നുവെന്നും ആ രീതിയിൽ കുട്ടികളുടെ അവസരം നിഷേധിക്കപ്പെടുന്നുണ്ടെന്നുമുള്ള പുള്ളിയുടെ ഒരു കുറ്റം, അതായത് കുറ്റച്ചാട്ടു, എന്താ പറയുക, ആരോപണം. ആ ആരോപണം ഒരാൾക്കെതിരെ നടത്തിയിരുന്നാൽ രണ്ടുപേരാണ് പുള്ളി എടുത്ത് പറഞ്ഞിരുന്നത്. പേരുകൾ പറയാൻ രണ്ട് പേർ എന്ന് പറഞ്ഞു. അതിൽ ആ ഒരാളാണ് ശോഭയെ പ്രൊട്ടക്ട് ചെയ്തത്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? ഇയാൾ മലയാളം തന്നെയല്ലേ ഡെവുക പറയുന്നത്? ഇയാൾ പറയണതൊന്ന് പ്രവർത്തിക്കുന്നതൊന്നും എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ഒരു വിഷയത്തിൽ താൻ ശോഭയെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ മോശമായി, വളരെ വൃത്തികെട്ട രീതിയിൽ, വളരെ വൾഗറായ പെണ്ണിനെ താൻ ആ ഷോയ്ക്കകത്തിട്ടും ചെയ്തിട്ടുണ്ട്. ഷോയ്ക്ക് അകത്തും താൻ പണി ചെയ്തു, ഷോയ്ക്ക് പുറത്തും വന്ന് ചെയ്തു. ഇതിൻ്റെ പ്രശ്നം ശോഭയുടേതാണ്. എന്താണെന്നറിയാമോ? പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിച്ചില്ല. അതുകൊണ്ടാണ് ശോഭയ്ക്ക് ഇത് നേരിടേണ്ടി വന്നത്. വൈകിട്ടാണെങ്കിലും ബോധം വന്നല്ലോ, അത് വലിയ കാര്യം. പിന്നെ ഇപ്പം ചെയ്ത വീഡിയോയ്ക്കകത്ത് പോലും ധന്യാരാമൻ പറയുന്നുണ്ട് ശോഭയ്ക്കെതിരെ. ധന്യാരാമനെ പറ്റി എന്തുകൊണ്ട് പറയുന്നില്ല? ധന്യാരാമൻ്റെ കയ്യിൽ തെളിവുള്ളത് കൊണ്ടാണോ? എൻ്റെ കയ്യിൽ തെളിവില്ലാത്തത് കൊണ്ടാണോ എൻ്റെ തലയിൽ കയറുന്നത്? ധന്യാരാമനെതിരെ പറയുന്നതിന് തനിക്കെന്താ? ധന്യാരാമനും അവളും തമ്മിലുള്ള പ്രശ്നം അവർ തമ്മിൽ തീർക്കും, തനിക്കെന്താ കുഴപ്പം? ഇനി അവളിൽ തെളിവുണ്ടെന്ന് തന്നെ വെക്കട്ടെ, അത് ശോഭയുടെ പ്രശ്നമല്ലേ. താനെന്തിനാ അതിനകത്ത് എടുക്കുന്നത്? ആരൊക്കെയോ അടിക്കുന്നു, ആ അടി അവൾ കൊള്ളുന്നു, എന്നാൽ ഞാനും കൂടെ ചേർന്നൊരു അടി കൊടുക്കാം. ആ ടോൺ അല്ലേ ഇവൻ്റെത്? അങ്ങനെയല്ലേ നിങ്ങൾക്ക് മനസ്സിലായത്? അപ്പോൾ ഇത് പൊതുവിൽ പറഞ്ഞാൽ ഈ മാരാരെന്ന് പറയുന്ന ഇരട്ട വ്യക്തിത്വമുള്ള ആയ ആള് മാധ്യമപ്രവർത്തകരുടെ ഞോണ്ടുകൊണ്ടാണ് പറയുന്നത്. മാധ്യമപ്രവർത്തകരുടെ ജോലിയാണ് അവർ ചെയ്യുന്നത്. നിന്നെ പോലെയുള്ള വിടുവായത്തം പറയുന്നവർക്ക് അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയിട്ട് സ്പേസ് ഉണ്ടാക്കി തരുന്ന മാധ്യമപ്രവർത്തകരെ വേണമെങ്കിൽ നീ മഞ്ഞപ്പാത്തിയം എന്ന് പറഞ്ഞു. അല്ലാതെ നിനക്കെതിരെ പറയുന്നവരെ മഞ്ഞ എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. നിനക്കെതിരെ പറയുന്നവരാണ് ജെനുവിനായി നിൽക്കുന്നത് എന്ന് ഞാൻ പറയും. കാരണം എനിക്കങ്ങനെയാണ് മനസ്സിലായിട്ടുള്ളത്. നീ ഒരു കള്ളനാണ്. പറയണതൊന്ന് വേറൊന്ന്, പിന്നെ വേറൊന്ന് മാറ്റി പറയും, പിന്നെയും വേറെ മാറ്റി പറയും. നിനക്ക് അതിനകത്ത് രണ്ടുപേരോട് ശത്രുതയുണ്ട്. ശോഭ പറഞ്ഞപ്പോഴത്തേക്ക് ജാൻമണി അതിനകത്ത് എടുത്തു. പക്ഷെ നീ പറഞ്ഞപ്പോൾ ഒരു പട്ടിച്ചാതന അതിനകത്ത് എടുക്കുന്നില്ല. സിബിന് വേണ്ടിയിട്ട് നീ റെക്കമെൻഡ് ചെയ്തതുകൊണ്ടാണ് സിബിൻ പുറത്തു പോയത്. ഒരുപക്ഷെ സിബിൻ അതിനകത്താകുമായിരുന്നു. സിബിനെ പുറത്താക്കിയത് നീയാണ്. വാസ്തവത്തിൽ നിന്റെ ഇടപെടലാണ് കൂടുതൽ അത് വൾഗറാക്കിയത്. അല്ലെങ്കിൽ അവർ പിന്നെയും വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ടാവുമായിരുന്നു. ഒരു കോംപ്രമൈസ് ടോക്കൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു, വീണ്ടും കൊണ്ടുവന്നേനെ. ആര്യ നിർദ്ദേശിച്ച ആൾ സിബിൻ, ശോഭ നിർദ്ദേശിച്ച ആൾ ജാൻമണി. രണ്ടുപേരും പുറത്തു പോയില്ലേ? അവിടെ നിന്ന് കളിക്കാൻ പറ്റുന്നവർക്ക് നിലനിൽക്കാം, അല്ലാത്തവർക്ക് പുറത്തു വരാം. പിന്നെ അതിനകത്ത് കാസ്റ്റിംഗ് കൗച്ചുണ്ടെങ്കിൽ അതിന് വില്ലിങ്ങിനായി പോയവർ പോട്ടെന്ന്. ശോഭയ്ക്ക് വില്ലിങ്ങെങ്കിൽ ശോഭ പോട്ട്, നിനക്കെന്ത്? നീ ഹു ആർ യു? നീ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുമ്പോൾ, ഇന്ന ആളെ വീണ്ടും ഇൻഡിക്കേറ്റ് ചെയ്ത് പറയുമ്പോൾ ശോഭയെ നീ ഒരുപാടടുത്ത് സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട്. ശോഭയുടെ അവകാശമാണത്. സോ ശോഭ അത് പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഈ ഓഡിയോ പ്ലേ ചെയ്യിക്കാത്തതുകൊണ്ടാണ് വീണ്ടും ഒരു വീഡിയോ ഇതിനു വേണ്ടി ചെയ്തത് കേട്ടോ. ഓഡിയോ പ്ലേ ചെയ്യേണ്ട ഈ വീഡിയോ പ്ലേ ചെയ്ത് അവൻ്റെ സൗണ്ട് കേൾപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ പ്ലേ ചെയ്തത്. കുറേ ഉണ്ട്, ഇത് കേട്ട് ഇരിക്കുമ്പോൾ നമുക്ക് വീണ്ടും എടുത്ത് വെച്ച് പറയാൻ തോന്നും. ആരെയും കണ്ട് അടിക്കുമെന്നോ പിടിക്കുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇയാളെ ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും. ആ ചെറുക്കനാണെങ്കിൽ തീരെ പൊട്ടനാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ശരണ്യ എടുത്ത് ചില കാര്യങ്ങൾ ആപ്റ്റായിട്ട് അവൻ ചോദിച്ചിട്ടുണ്ട്. അവൻ ചോദിക്കുന്നുണ്ടല്ലോ, നീ തുണി കെട്ടിയ ഡ്രസ്സ് ഇട്ടിട്ട് അത് ശരിയായ നടപടിയാണെന്ന് കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്. അതുപോലെ കാസ്റ്റിംഗ് കൗച്ചുണ്ടെന്ന് പറയണോ, അതിനെ പറ്റി എന്താ ഇത്രയും 56 ദിവസം 60 ദിവസം ഞാൻ നിന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കാര്യം പറയുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ട് നിന്നു? പവർ റൂം ഉള്ളതുകൊണ്ട്. അവിടെ പലരും നിന്നു പോയത് പവർ റൂം ഉള്ളതുകൊണ്ടാണ്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. അതാണ് സത്യം. അപ്പം ശരി.